ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നൊരു ടോയ് റെപ്ലിക്ക ഷോട്ട് ഗണ്ണിൻ്റെ വീഡിയോ ആണ്. ഇത് ഏകദേശം 2 ആഴ്ച എടുത്ത് നിർമ്മിച്ച ഒരു ഗണ്ണാണ്. ഇത് മുഴുവനായും ട്രാഷ് മെറ്റീരിയൽ കൊണ്ട് തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് എയർ ഗണ്ണിൻ്റെ പ്രവർത്തന രീതി അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു ഗണ്ണാണ്. ആദ്യം ഇതിൻ്റെ മേക്കിംഗ് വീഡിയോ കാണാം, അതിനുശേഷം ഇത് നമുക്ക് പ്രവർത്തിപ്പിച്ച് നോക്കാം. ഇത് 2 സെൻറ്റിമീറ്റർ കനം അല്ലെങ്കിൽ 3/4 ഇഞ്ച് കനത്തിലുള്ള കാർഡ്ബോർഡാണ് മെറ്റീരിയൽ. അപ്പോൾ ഇതിൽ നമുക്ക് ഷോട്ട് ഗണ്ണിൻ്റെ ഹാൻഡിൽ ഒന്ന് വരച്ചെടുക്കാം. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ചെത്തി മിനുക്കി ഏകദേശം നമുക്ക് ആ ഒരു ഉരുണ്ട ഷേപ്പിലെത്തിക്കണം. ഈ കോർണറെല്ലാം ഷേപ്പാക്കി എടുക്കാൻ നമുക്ക് സാൻഡ് പേപ്പർ ഇതുപോലെ സ്കെച്ച് പെന്നിൽ അല്ലെങ്കിൽ എന്തിലെങ്കിലും ചുറ്റിയെടുത്ത് ഉരച്ച് ഷേപ്പാക്കി എടുക്കാം. ഇപ്പോൾ ഹാൻഡിൽ ഏകദേശം രൂപത്തിലെത്തിയിട്ടുണ്ട്. ഇനി നമുക്കിതുപോലെ ഒരു ഷേപ്പ് നിർമ്മിച്ചെടുക്കണം. അതും ഇതേപോലെ ഇതേ മെറ്റീരിയൽ തന്നെ നിർമ്മിച്ചെടുക്കാം. ഇത് കട്ടിയുള്ള കാർഡ്ബോർഡ് കഷ്ണമാണ് ഞാൻ ഇതിന് വേണ്ടി ഉപയോഗിച്ചത്. പക്ഷേ ഇത് കാർഡ്ബോർഡ് കഷ്ണത്തിൽ ഇതേപോലെ സ്ക്രൂ ചെയ്യുമ്പോൾ അത് ചെറുതായി വശങ്ങളെല്ലാം പൊളിഞ്ഞു വരുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളിത് നിർമ്മിക്കുമ്പോൾ ഇത് മരത്തിൽ നിർമ്മിക്കുകയാണ് നല്ലതെന്ന് തോന്നുന്നു. ഇനി നമുക്ക് ഇതുപോലെ ഈ ഹാൻഡിൽ സ്ക്രൂ ചെയ്ത് പിടിപ്പിക്കാം. ഇനി ഇതിൻ്റെ ഈ സ്റ്റോപ്പർ ഫിറ്റ് ചെയ്യാൻ വേണ്ടി ഇതിൻ്റെ നടുവിൽ ഒരു ഗ്യാപ്പ് ഉണ്ടാക്കേണ്ടതുണ്ട്. ഇത് RX100 ബൈക്കിൻ്റെ ആക്സിലേറ്റർ കേബിളാണ്. ഇത് നമുക്ക് ട്രിഗർ ഓപ്പറേറ്റ് ചെയ്യാനായി ഉപയോഗിക്കാം. ഈ ഹാൻഡിൽ നമുക്കൊന്ന് പെയിൻറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഈ സ്റ്റോപ്പർ സെറ്റായിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ട്രിഗർ വലിക്കുമ്പോൾ ഈ സ്റ്റോപ്പർ ഇതുപോലെ ഉള്ളിലേക്ക് വലിയണം. ഇങ്ങനെ 2 സ്പ്രിങ് സംഘടിപ്പിക്കണം. ഇത് പഴയ കുടകൾക്കുള്ളിൽ വരുന്ന സ്പ്രിങ്ങാണ്. ഇനി ഇതുപോലെ ഒരു പിസ്റ്റൺ നിർമ്മിച്ചെടുക്കാം.
ഇത് പഴയ മോട്ടോർ സൈക്കിളിൻ്റെ ഫുട് റെസ്റ്റാണ്. പിന്നെ ഇത് കാറിൻ്റെ റിയർ ഡിക്കിയുടെ ഹൈഡ്രോളിക് സിസ്റ്റമാണ്. അപ്പോൾ ഇത് ഞാൻ വെറുതെ ഒരു ഷോയ്ക്ക് വേണ്ടി വെക്കുന്നു എന്നേ ഉള്ളൂ. ഇനി ഇതിൻ്റെ ഹാൻഡിൽ ഗ്രിപ്പിലേക്കുള്ള ഡിസൈൻ നമുക്ക് ഈ പ്ലൈവുഡ് ഷീറ്റിൽ നിന്നും നന്നായി ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. ഈ സ്പ്രിങ് നന്നായി വലിച്ച് പിന്നിലേക്ക് ഈ ലോക്കിലേക്ക് സ്റ്റക്ക് ചെയ്തിടണം. അതിനുശേഷം ഈ സിലിണ്ടറിൻ്റെ പിസ്റ്റൺ പിറകിലേക്ക് വലിച്ചു വെക്കണം. ഇത് പ്ലാസ്റ്റിക് ബോളുകളാണ്. ആദ്യം നമുക്ക് ഇതിട്ട് പരീക്ഷിച്ച് നോക്കാം. ഒരു ബോൾ നമുക്ക് ഈ ബാരലിനകത്ത് സ്റ്റക്ക് ചെയ്ത് വയ്ക്കാം. ടാർജറ്റ് പരീക്ഷിക്കാൻ ഞാനിവിടെ ഒരു ബോട്ടിൽ വെച്ചിട്ടുണ്ട്. ഇത് 3 പിൻ പ്ലഗിൻ്റെ പിന്നുകളാണ്. ഇതിനകത്ത് കടലാസ് വെച്ച് നമുക്ക് ആ എയർ ഗ്യാപ്പുകൾ അടച്ചിട്ടുണ്ട്. ഇത് വെച്ച് നമുക്ക് ഒന്ന് പരീക്ഷിച്ച് നോക്കാം. ഈ മെറ്റലിൻ്റെ 3 പിൻ പ്ലഗിൻ്റെ പിന്ന് ഉപയോഗിച്ച് വെടിവെച്ചിട്ട് പോലും ബോട്ടിലിന് ഒരു ഹോളൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ അതിന് മാത്രം അത്ര വലിയ പവറൊന്നും ഇല്ല എന്നാണ് തോന്നുന്നത്. ബോട്ടിൽ ജസ്റ്റ് മറിഞ്ഞു വീണു, അത്രേ ഉണ്ടായുള്ളൂ. ഇത് വേസ്റ്റ് മെറ്റീരിയൽ ഉപയോഗിച്ച് ആർക്ക് വേണമെങ്കിൽ നിർമ്മിക്കാവുന്ന ഒരു ഗണ്ണാണ്. പക്ഷേ ഇത് കുട്ടികൾ നിർമ്മിക്കുകയാണെങ്കിൽ അത് വലിയവരുടെ സഹായത്തോടു കൂടി മാത്രം നിർമ്മിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇത്തരം കൂടുതൽ ടെക്നിക്കൽ വീഡിയോസിന് വേണ്ടി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.